ഇന്ന് മൊജിറ്റയൊക്കെ കുടിച്ചിട്ട് ഉഷാറായിട്ടാണ് കേട്ടോ തുടങ്ങുന്നത് തന്നെ. പുറത്തൊക്കെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ. പുറത്തൊക്കെ പോയി വന്നിട്ട് മൊജിറ്റയൊക്കെ കുടിച്ചിട്ട് അടുത്ത പരിപാടി ഇതാ ടെറസിൻ്റെ മുകളിൽ കുറച്ച് പാവയ്ക്കയുണ്ട്. വളരെ ചെറിയ പാവയ്ക്കയാണ്, പക്ഷേ വെള്ള പാവയ്ക്കയില്ലേ അതാണ് കേട്ടോ. അല്ലാതെ ഈ കുറച്ച് ഡാർക്ക് ഗ്രീൻ ഉണ്ടല്ലോ അതല്ല കേട്ടോ, നല്ല പാവയ്ക്കയാണ്. പിന്നെ ഇതാണ് മീൻ വാങ്ങിയത്, നത്തോലി. പിന്നെ പീര, ശീലാവ് എന്നൊക്കെ പറയും, ശീലാവ് അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം ഒരു നല്ല മീനല്ല അത്. പക്ഷേ എനിക്ക് വേറൊരു മീനും കിട്ടിയില്ല കേട്ടോ. കുറേ നാളായിട്ട് സർജറിക്കൊക്കെ ശേഷം പിന്നെ മീൻ കൂട്ടാതിരുന്നിട്ടേ മീൻ കൂട്ടണം എന്ന് ഭയങ്കര കൊതിയായിട്ട് പിന്നെ ഞാൻ പോയി വാങ്ങിയതാണ് കേട്ടോ. ഞാൻ തന്നെ പോയിട്ട് കുറച്ച് ഒരു 2 കിലോമീറ്റർ ഉള്ളു നമുക്ക് ഇവിടുന്ന്. അപ്പം എനിക്കിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ പോയിട്ട് മീനൊക്കെ വാങ്ങി വന്നു. പിന്നെ അതാണ്ട് പാവയ്ക്ക നമ്മുടെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ അതാ അവിടെ ചെറിയ ചെറിയ പാവയ്ക്കാണെങ്കിൽ നല്ല പാവയ്ക്കാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കേടാകുമേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറുതാകുമ്പോൾ തന്നെ, പക്ഷേ ഇത് നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ചിലതൊക്കെ പഴുത്തിട്ടുണ്ടാവും. പിന്നെ സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെ കുരുടായിട്ടാണ് നിൽക്കുന്നത്, ഒരുപാട് അങ്ങോട്ട് വലുതാകത്തില്ല. പിന്നെ കുറച്ച് കയ്പ്പ് കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ കയ്പ്പൊക്കെ ഒന്ന് കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് തെറ്റില്ലാത്ത രീതിയിൽ കൈയൊക്കെ എത്തും, കുറച്ചും കൂടെയൊക്കെ പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ, ഇത് ഒട്ടും വലുതാകത്തില്ല, ഇത്ര വലുപ്പമൊക്കെ ഉണ്ടാവുള്ളൂ ഇതിൽ. പിന്നെ കുറച്ച് അങ്ങോട്ട് വലുപ്പമായി കഴിയുമ്പോൾ ഇത് പുഴുവും പിടിക്കും. അപ്പോൾ മഴ ഒന്ന് തോർന്ന് നിൽക്കുകയാണ്, ആ സമയത്ത് എനിക്ക് ഇത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ അതാ വെയിലുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ വെയിലൊക്കെ മാറിയിട്ട് അടുത്ത മഴ ഇതാ ഇപ്പോൾ വരും. ഇതാ ഇത്ര കിട്ടിയിട്ടോ എനിക്ക് പാവയ്ക്ക. പിന്നെ അതേ വഴുതനങ്ങ ഉണ്ട് കേട്ടോ. വഴുതനങ്ങ ഇത് നല്ല കളറുള്ള വഴുതനങ്ങ കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് വഴുതനങ്ങ പറിക്കുന്നതൊക്കെ പല വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നത്തെ കാന്താരി മുളകുണ്ട്. ഞാൻ കാന്താരി മുളകിൻ്റെ ഇല തോരൻ വയ്ക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ, അത് ഇതിൽ നിന്നുള്ളതല്ല കേട്ടോ. ഇത് കണ്ടോ, ചെറിയ ഇലയാണ്. ഇതിൽ നിറച്ച് കാന്താരി മുളക് ഉണ്ടാകുകയും ചെയ്യും. വലിയ മുളകുള്ളതുണ്ട്, വലിയ ഇലയുള്ള കാന്താരി മുളകുണ്ട്, അതിൽ ശരിക്ക് ഇലയുണ്ടാവും. ഇതാ ഈ ചീര കണ്ടോ, ഇത് ഞാൻ വെട്ടിയിട്ട് ചീര തോരൻ വയ്ക്കുന്നതൊക്കെ കാണിച്ചിട്ടില്ലേ, തീയലുമൊക്കെ വെച്ചിട്ട്. മൊജിറ്റയൊക്കെ വന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് മൊജിറ്റ കുടിക്കാനായിട്ട്, മൊജിറ്റ കുടിച്ചിട്ടാണ് ഞാൻ ഇതിലൊക്കെ പോയത്, ഇങ്ങോട്ടൊക്കെ ഇത് പറിക്കാനും ഒക്കെ പോയത് കേട്ടോ. അപ്പം ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് സ്വയം നമ്മളങ്ങോട്ട് ഹെൽത്തി ആണ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ക്ഷീണവും ദാഹവും ഒന്നുമില്ല, ഒക്കെ ഞാൻ മാറ്റി. നല്ല നല്ല രസമാണ് കേട്ടോ ഇത് കുടിക്കാനായിട്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്ന് ഞാൻ പലപ്പോഴും ഒന്ന് മറന്നു പോയി. ഞാൻ നോക്കാറുണ്ടത്, ബ്ലൂ കളറിൻ്റെ നല്ലതാണ്. പക്ഷേ ഇതിന് മുമ്പ് ഞാനൊരു മൊജിറ്റോ തന്നെ ഒരു ഗ്രീൻ കളറുള്ളത്, അതിനകത്ത് മിൻറ്റും ലെമനും ആണ് കേട്ടോ. ഇതിലെന്താണ് ആഡാക്കിയിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. സംഭവം നല്ലതാണ്, പക്ഷേ ഒന്നും അത്ര നല്ലതല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ മീനൊക്കെ ക്ലീൻ ചെയ്തിട്ട്, പീര എന്ന് പറഞ്ഞ ആ മീനാണ് കേട്ടോ, അതിൽ കുറച്ചെടുത്തിട്ട് കറി വയ്ക്കാനായിട്ട് എടുത്തു കേട്ടോ. പിന്നെ കുറച്ചൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ വലിയ പ്രശ്നമില്ല കേട്ടോ. ഇത് അധികം അങ്ങനെ ആരും വാങ്ങാത്ത മീനാണ്, വേറെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിയത്. എന്തെങ്കിലും കുറച്ചെങ്കിലും അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ നത്തോലി ഞാൻ തോരൻ വയ്ക്കാനായിട്ട് അപ്പുറത്തെ സ്റ്റൗവിൽ അതാണ് ഇരിക്കുന്നത്, അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കുറേ സമയം എടുത്തു കേട്ടോ. പിന്നെ അപ്പോൾ ഇത് വലിയ ഒരു വിഷയം വന്നില്ല, വലിയ ടേസ്റ്റ് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് മാത്രമേ വെച്ചുള്ളൂ ഞാൻ. പിന്നെ ബാക്കി എടുത്തിട്ട് ഞാൻ കുറച്ച് മസാലയൊക്കെ, കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇതൊക്കെ കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ടും നല്ലത് തന്നെയായിരുന്നു കേട്ടോ. ടേസ്റ്റൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴും ഒന്നും ഇത് വാങ്ങുന്നില്ല, ഞാൻ സത്യത്തിൽ ഇത് വാങ്ങിയിട്ട് തന്നെ ഇല്ല. ഇത് കൊള്ളൂല ഈ മീനെന്ന് പറയുന്നത് കേൾക്കാം, പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്ക് അത് മാത്രമേ ഉള്ളായിരുന്നു. ഇനി എനിക്ക് പിന്നീട് ഇവിടെ വന്നാൽ പിന്നെ വേറെ മീനൊന്നും കിട്ടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടിയത് വാങ്ങിക്കൊണ്ടിങ്ങ് പോരുന്നു കേട്ടോ. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോകേണ്ടത്, അപ്പോൾ ഇതൊക്കെ വാങ്ങി വന്നിട്ട് കുറച്ച് ജോലി തിരക്കുള്ളൊരു ദിവസമാണെന്ന്, കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു എല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജോലികളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പോയിട്ട് വന്ന ആ ഒരു ക്ഷീണം, പിന്നെ നമ്മൾ പിന്നെ തുടങ്ങണം അടുത്ത പരിപാടികളൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇത് കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി. അപ്പം എനിക്ക് തന്നെ തോന്നൽ വരുമോ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്, ഓക്കെയാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ പല വീഡിയോയിലും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് അവിടെ നമ്മുടെ നത്തോലി തോരന് വെച്ചിട്ടുണ്ട്. കുറേ നാളായിട്ടോ നത്തോലി തോരൻ വെച്ചിട്ട്. നത്തോലി തോരൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മലപ്പുറത്തൊക്കെ അധികം വയ്ക്കുന്നത്. ഇവിടെ ഈ ട്രിവാൻഡ്രത്ത് ഈ തോരനൊന്നും ഞാൻ അങ്ങനെ അങ്ങോട്ട് കാണുന്നില്ല. നത്തോലിയല്ല, ഒരു മീനങ്ങ് തോരൻ വയ്ക്കുന്നതായിട്ട്
വെക്കും, തൊലി തോരനും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് വേറെ രീതിയിലൊക്കെയാണ് വെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല, വെക്കുന്നത് കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വെക്കുന്നത് ഇങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് ഞാൻ, നത്തോലിയും മത്തിയൊക്കെ തോരൻ വെക്കുന്നത് കേട്ടോ, കുടംപുളിയൊക്കെ ചേർത്തിട്ട്. അപ്പം കാന്താരി മുളകൊക്കെ ചതച്ചിട്ടിട്ട്, അല്ലെങ്കിൽ പച്ചമുളക് നന്നായിട്ട് അരിഞ്ഞിട്ടിട്ട്, നന്നായിട്ട് വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ, ഇഞ്ചിയും ഒക്കെ കൂടെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് ഞെരടി തോരൻ വയ്ക്കുന്ന, എനിക്കൊന്ന് 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പല സൈസിലുള്ള മീൻ ഇട്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മീൻ കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാനുണ്ട്. അതായപ്പോൾ ഈ ഒരു കുറച്ചും കൂടെ വറ്റണം കേട്ടോ, ഇത്ര ആയിട്ടുള്ളൂ. അപ്പോഴേ അല്ലെങ്കിൽ നാളത്തേക്ക് ഇരിക്കുമ്പോൾ ഇത് കേടായി പോകും കേട്ടോ. അതുകൊണ്ട് നല്ലോണം ഞാൻ ഇത് അധികവും കഴിക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. ഈ തോരൻ ഹസ്ബൻഡ് കഴിക്കും എന്നേ ഉള്ളൂ കേട്ടോ, വലിയൊരു താല്പര്യം പുള്ളിക്കില്ല. ഇപ്പോൾ പിന്നെയും കഴിക്കും, ആദ്യമൊന്നും ഒട്ടും കഴിക്കത്തില്ലായിരുന്നു കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു രീതിയാണത്. ട്രിവാൻഡ്രത്ത് അങ്ങനെ കാണുന്നില്ല. ഇനി എനിക്കിതാ കുറച്ച് പച്ചക്കറികൾ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്കതൊന്ന് കട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ, ഞാൻ എന്താ ഇങ്ങനെയാണ് കേട്ടോ ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയായാലും ഒരു 10 ദിവസമൊക്കെ ഒരു കേടും കൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പച്ചക്കറി വണ്ടിയിൽ നിന്ന് സാധനം മേടിക്കുന്ന ഒരു വീഡിയോ മേടിക്കുന്നതല്ല, കൊണ്ട് വെച്ചിട്ടുള്ള കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ അന്ന് വാങ്ങി വെച്ചാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 ദിവസം ആയെന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ഇത് എടുത്ത് വെക്കാനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഇതുകൂടെയൊക്കെ അങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തുള്ള ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിക്കളയും. ഞാൻ അല്ലാതെ വെച്ചിട്ടുണ്ട്, ഇത് വേസ്റ്റൊക്കെ കളയാതെ മുഴുവനെ ഫ്രിഡ്ജിലിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതാണ് കുറച്ചും കൂടെ ഇരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരാഴ്ച മുതൽ 10 ദിവസം വരെയൊക്കെ സുഖമായിട്ടിരിക്കും. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യാറുള്ളത് കേട്ടോ. ഇതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഈ സ്റ്റോറേജ് കവർ ഉണ്ടല്ലോ, സിപ്ലോ കവർ, ഈ നെറ്റ് പോലത്തെ, ഇതിൻ്റെ മുമ്പുള്ള ഫ്രിഡ്ജ് ഓർഗനൈസിങ് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്ക് അതിനെക്കാട്ടിലും ഈ ടിന്ന് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി കേട്ടോ. ടിന്നെന്ന് പറയുമ്പം ഇത് നന്നായിട്ട് ഞാൻ കഴുകിയിട്ട് നല്ല ഉണക്കിയെടുക്കുന്ന ഡബ്ബകളാണ് കേട്ടോ. അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അങ്ങ് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ താഴത്തെ തട്ടിൽ, ഫ്രിഡ്ജിൻ്റെ ചില്ലറ തട്ടിൽ വയ്ക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച തൊട്ട് ഒരു 10 ദിവസം വരെയൊക്കെ എനിക്കിരിക്കും കേട്ടോ. പക്ഷേ മാക്സിമം ഞാൻ പെട്ടെന്നൊക്കെ എടുക്കാൻ നോക്കും. ഇതിനെ ഒരുപാട് അങ്ങനെ വെച്ചിരുന്നിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമുക്ക് ആവശ്യമില്ല, പെട്ടെന്നൊന്നും ആവശ്യമില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റു മീനോ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ഇതങ്ങ് ഇരിക്കുമല്ലോ, അങ്ങനെയൊക്കെ ഇരുന്ന് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ അതൊരു 10 ദിവസത്തിൻ്റെ ഒക്കെ മുകളിൽ, ഒരു 8-9 ദിവസമൊക്കെ കഴിയുമ്പോൾ അത് ദിവസം നമ്മൾ അത്രയ്ക്ക് കൊണ്ട് എണ്ണിയൊന്നും ആലോചിച്ചിരിക്കത്തില്ല. പിന്നെ ഞാനിങ്ങനെ ഈ പച്ചക്കറി വണ്ടി വരിക എന്ന് പറഞ്ഞ ശനിയാഴ്ച ദിവസങ്ങളിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇത് മേടിച്ചിട്ട് ഒരാഴ്ച ആയല്ലോ, അങ്ങനെ ചിന്തിക്കും കേട്ടോ. അല്ലാതെ ദിവസവും നമ്മൾ ഓർമ്മിച്ച് വയ്ക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചിലവാകാതെ എടുക്കാതെ വന്നാൽ ചിലപ്പം വേസ്റ്റായിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ഇതെനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ ചെയ്ത് വയ്ക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് സാമ്പാറിനോ പിന്നെ അവിയലിനോ തോരൻ വയ്ക്കാനോ ഒക്കെ ഞാനിതിൽ നിന്ന് എടുക്കാം കേട്ടോ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ പിന്നെ ഒരു കാര്യം, എടുക്കുമ്പോഴത്തേന് നമ്മുടെ ആവശ്യത്തിന് ഇങ്ങോട്ട് എടുക്കുക. ഫ്രിഡ്ജ് ഞാൻ ചെയ്യുന്നത് ഒരു പാത്രത്തെ ഈ കാര്യന്ന് കുഞ്ഞു മുറവില്ലേ, ഈ വേസ്റ്റൊക്കെ ഇട്ടിരിക്കുന്നത്, ഈ ഞാനിപ്പോൾ എടുക്കുന്ന ഈ മുറവില്ലേ, അതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഫ്രിഡ്ജ് തുറക്കുന്നിട്ട് അതിൽ നിന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കുകയാണ് അധികവും ഞാൻ ചെയ്യുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇത് ടിന്നെടുത്ത് ഇവിടെ കൊണ്ടുവരും, ഇതുപോലെ ഈ മുറവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം ഞാനെടുത്ത് പുറത്തെടുത്ത് വയ്ക്കും. ഓരോ ടിന്നുകളും എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പോഴത്തന്നെ തിരിച്ചുകൊണ്ട് വെക്കുകയും ചെയ്യും. ഇവിടെ വെച്ചിട്ട് ആ തണുപ്പ് പോകാനായിട്ട് നിൽക്കില്ല കേട്ടോ. അതുകൊണ്ടാണോ എന്നറിയത്തില്ല ഇത് ഇത്രയും ലാസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. വളരെ അപൂർവമായിട്ട് എനിക്കിത് വേസ്റ്റായി പോകാറുള്ളൂ. ചിലപ്പോൾ 1-2 പീസ് മാത്രം, അത് നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാകത്തില്ല. അതായത് മറ്റെന്തെങ്കിലും കറികളൊക്കെ കാണും, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് തോർന്നു പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇത് വേണ്ട പാവയ്ക്ക പറിച്ചുകൊണ്ടുവന്ന് ഇത് ഇന്ന് കൊണ്ടുവന്ന പാവയ്ക്കാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചില്ല നേരത്തെ. അത് ഇതുപോലെ വെച്ച് അതിനകത്ത് ഓരോ ടിന്നുകളിൽ ഇങ്ങനെ വെക്കുമ്പോൾ കുറേ നാളെനിക്കിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ബൈ ചാൻസിൽ നമുക്ക് മറ്റെന്തെങ്കിലും കറികളൊക്കെ കൂടുതലായി പോയെങ്കിൽ എടുക്കാതിരുന്നെങ്കിൽ മാത്രമേ എനിക്ക് വേസ്റ്റായി പോകാറുള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ സഹായിക്കാനായിട്ടൊരു കൊച്ച് വരുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരി ഇത് ചക്ക പഴുത്തമുണ്ടായിരുന്നേ, അത് മുറിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് കൊണ്ടുപോകാം, പിന്നെ എനിക്കും എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ചക്ക മുറിക്കാനുണ്ട്. ഒരു പാളയിലൊക്കെ വെച്ചിട്ടാണ് ചക്ക മുറിക്കുന്നത്. നല്ല ചക്കയായിരുന്നു കേട്ടോ, നല്ല വരിക്കച്ചക്കയാണ്. ഇതിൻ്റെ ഒരു മുറി നേരത്തെ നമ്മൾ അകത്താക്കി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള അപ്പോൾ പുള്ളിക്കാരിക്കൂടെ കൊടുത്തിട്ട്
എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുറിക്കുന്നതാണ് കേട്ടോ ചക്ക. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. താങ്ക് യു.